ഹലോ. ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം നല്ല പണിയാട്ടോ. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമേ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല വിശപ്പെന്ന് വെച്ചാൽ നല്ല വിശപ്പ്, എന്തെങ്കിലും കഴിക്കാണ്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് രാവിലത്തെ ഉണ്ടാക്കിയ ചീനച്ചട്ടി കറി ഉണ്ടാക്കിയ ചീനച്ചട്ടിയിൽ കുറച്ച് ചോറിട്ട് കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് അങ്ങനെ കഴിക്കാം. പിന്നെ അങ്ങനെ കഴിച്ച് വിശപ്പടിക്കുന്നതിന് ശേഷമുള്ള ബാക്കി എന്തും പിന്നെ നേരെ ബെഡൊക്കെ കൊട്ടിക്കുടഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് പോയിട്ടു. അടുക്കളയിൽ ഫുള്ള് പാത്രങ്ങൾ ഞാൻ രാവിലെ ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്തിട്ട് അവിടെ ഇവിടെ ഇടും. പിന്നെ വൈകിട്ട് വന്നിട്ടാണ് ഇത് ഫുള്ളും വൃത്തിയാക്കുന്നത്. അതൊക്കെ തൂത്ത് തുടച്ചതിന് ശേഷം നേരെ പോയിട്ട് പാത്രം കഴുകട്ടോ. ഒരു ചരുവൻ പാത്രമുണ്ട് കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, രാവിലെ തൊട്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെ കൂട്ടി വയ്ക്കുന്ന എൻ്റെ ഒരു ശീലമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ, അത് മാറ്റാൻ പറ്റുന്നില്ല. ഇങ്ങനെ എല്ലാം കൂടി കഴുകി വെക്കുമ്പോൾ ഒരു പ്രത്യേക മനസ്സമാധാനം കേട്ടോ. അപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് എല്ലാം കഴുകുന്നത്. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി വെക്കണം. എനിക്ക് ഏറ്റവും കലിയുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഈ പച്ചക്കറി അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്. പിന്നെ ഒരു കണക്കിനൊക്കെ ഞാൻ എത്തിക്കുത്തിയൊക്കെ വെക്കുന്നുണ്ട്. ആകെ എനിക്കറിയാവുന്നത് തക്കാളി അവസാനം ഇടരുത്, കാരണം തക്കാളിയുടെ പുറത്തെല്ലാം കൂടി ഇട്ട് തക്കാളി ചിളങ്ങിപ്പോവും എന്നുള്ളത് മാത്രമാണ്. പിന്നെ ബില്ല് 634 രൂപയ്ക്ക് ആകെ കിട്ടിയത് ഇച്ചിരിക്കാ സാധനമല്ലേ. എന്തൊരു വിലയാണ് സാധനങ്ങൾക്കൊക്കെ. ഇങ്ങനെ പോയാൽ എവിടെ എത്തുന്നതിന് ആർക്കും ഒരു പിടിയില്ല. വില കൂടുന്നുണ്ട്, പക്ഷേ സാലറി കൂടുന്നില്ല, അതാണ് സത്യം. പിന്നെ നേരെ പോയിട്ട് ഒരു സ്കിൻ കെയർ ചെയ്തു കേട്ടോ. ഈ ഒരു പാക്ക് അടിപൊളിയാണ്. ഞാൻ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് വെയിലത്തൊക്കെ പോകുന്നതുകൊണ്ട് നല്ലപോലെ ടാൻ അടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഒരുപാട് വെയിലൊക്കെ കൊള്ളുന്ന ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ഈ ഒരു പാക്ക് നല്ലപോലെ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ടാനൊക്കെ നല്ലപോലെ കുറയും കേട്ടോ. നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ അറിയാവുന്ന രീതിക്ക് എനിക്കങ്ങനെ വലിയ സെറ്റപ്പിലൊന്നും വീഡിയോ എടുക്കാൻ അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു പരിചയം വെച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് കാട്ടിക്കൂട്ടുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.